ഹായ്, ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനി തീരുമാനിച്ച് അതിലെത്താനുള്ള വഴികളും ഫോർമുലാസും ടിപ്സും സ്റ്റോറീസുമാണ് ഈ വീഡിയോകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് മറ്റൊരു പുതിയ ടിപ്സുമായി നമുക്ക് കടന്നു വരാം. പണ്ട് ഒരു വിദേശ രാഷ്ട്രത്തിൽ, മലയാളികൾ കൂടുതലുള്ള ഒരു രാഷ്ട്രത്തിൽ, വെദർ ഇറ്റ് ഈസ് അമേരിക്കയിൽ ഒരു ചിരി മത്സരം സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു മലയാളി ജോലിക്ക് കഴിഞ്ഞ് ടൗണിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബോർഡ് കണ്ടു, ചിരി മത്സരം ആർക്കും പങ്കെടുക്കാം. അങ്ങനെ ഇയാൾ ഒരു ഹോബി എന്തോ എത്തി നോക്കാന്നുള്ള ആ ചിരി മത്സരം സംഘടിപ്പിക്കുന്ന ഹാളിൽ കയറിയിരുന്നു. ഒരുപാട് ആളുകളുണ്ട്. സ്റ്റേജിൽ നിന്ന് ഒരു തമാശ ഒരാൾ പറയും. അത് കേട്ട് ചിരിക്കാത്തവർക്കാണ് ഒരുപാട് തമാശകൾ പറയും. ഒരു തമാശയും കേട്ട് ചിരിക്കാത്ത മനുഷ്യനാണ് ഈ പ്രൈസ് ലഭിക്കുക. അങ്ങനെ ഒരുപാട് തമാശകൾ പറഞ്ഞു. ഒരു തമാശ പറയുമ്പോൾ ഒരാൾ ഔട്ടാകും, ഒന്നോ രണ്ടോ ആൾ ഔട്ടാകും. അങ്ങനെ ഒരുപാട് തമാശ പറഞ്ഞ് ലാസ്റ്റ് ഈ മനുഷ്യൻ മാത്രമാണ് ഈ സദസ്സിൽ അവശേഷിച്ചത്. അദ്ദേഹത്തെ ചിരിപ്പിക്കാൻ ഈ വേദിയിലുള്ള ആളുകൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ അയാൾ ചിരിക്കുന്നില്ല. അങ്ങനെ ആ മത്സരത്തിൽ അയാൾ ചാമ്പ്യനായി. അങ്ങനെ ഇയാള് നാട്ടിലോട്ട് തിരിച്ചു വരിക. നാട്ടിൽ ഈ വിവരം പറഞ്ഞു, ഇയാൾ അമേരിക്കയിൽ ചിരി മത്സരത്തിൽ പങ്കെടുത്ത് ചാമ്പ്യനായ അവസ്ഥ അവർ സ്വീകരിക്കാൻ അദ്ദേഹത്തെ കാത്ത് എയർപോർട്ടിലെത്തി. അങ്ങനെ അയാൾ ഇറങ്ങുന്ന വിമാനം ലാൻഡ് ചെയ്തു. എല്ലാ യാത്രക്കാരും ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തോട്ട് വന്നു. പക്ഷെ എത്ര നോക്കിയിട്ടും ഇയാളെ കാണുന്നില്ല. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഇയാള് പുറത്തു വന്നു. അപ്പോ ഇയാളോട് ചോദിച്ചു, അല്ലെ എന്താ നിങ്ങൾ എല്ലാവരും വന്നിട്ട് കുറേ നേരം എയർപോർട്ടിൽ നിന്ന് ക്ലിയറൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായോ, എന്തുകൊണ്ട് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടി? അപ്പൊ അയാൾ പറയുകയാണ്, ഞാൻ അമേരിക്കയിൽ ചിരി മത്സരത്തിൽ പങ്കെടുത്ത ആളാണല്ലോ. എനിക്ക് അന്ന് പറഞ്ഞ തമാശ എനിക്ക് തീരെ മനസ്സിലായില്ല. ഇന്നാണ് എനിക്കത് മനസ്സിലായത്. ആ മനസ്സിലായ സമയത്ത് ഞാൻ മൂക്ക് കുത്തി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ ടൈം വൈകിയത്. ഇതൊരു കാര്യങ്ങൾ യഥാർത്ഥ സമയത്ത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത്തരം പല അബദ്ധങ്ങളും ഇതൊരു വിജയമായിട്ട് ഗവനിക്കാൻ പറ്റുകയില്ല. അയാൾക്ക് ഒന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ് ലേറ്റ് അണ്ടർസ്റ്റാൻഡിങ്. കുറെ നമ്മൾ ഒരു ചൊല്ലുണ്ടല്ലോ, ലൈറ്റ് എത്തണമെങ്കിൽ കുറെ ടൈം എടുക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഇത്. അവ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ എത്തേണ്ടമെങ്കിൽ മനസ്സിലാക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം മോട്ടിവേഷണൽ ടിപ്സ് ആൻഡ് സ്റ്റോറീസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ മറ്റൊരു പുതിയ വീഡിയോ വരാം. താങ്ക്സ് ഓൾ.